ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ രാത്രിയത്തെ ഒരു ചെറിയ കുഞ്ഞു വിശേഷങ്ങളായിട്ടാട്ടോ വന്നതെന്ന്. നമ്മളെ രാത്രി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പണികൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കിച്ചണട നിറയെ പാത്രങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ രാത്രി തന്നെ എല്ലാം കഴുകി ഒതുക്കി കിച്ചൺ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെക്കണം കേട്ടോ. എന്നാലേ എനിക്കൊന്ന് കിടന്നുറങ്ങാൻ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അപ്പം ചില വീടുകളിലൊക്കെ കാണാൻ രാത്രി പാത്രം കഴുകാതെ ഇങ്ങനെ കൂട്ടി വെക്കണത് കേട്ടോ. ആ സ്വഭാവക്കാരത്തിയല്ല കേട്ടോ ഞാൻ. എനിക്ക് എന്തെന്നാലും രാത്രി എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. എന്നാൽ എന്താ രാവിലെ എണീറ്റ് നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് പകുതി പണി ഇങ്ങോട്ട് കുറയും കേട്ടോ. ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങൾ രാത്രിയത്തെ നമ്മളെ വിശേഷമായിട്ടോ വന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യൽ? രാത്രി തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണോ ചെയ്യൽ എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പം ഫസ്റ്റ് ടൈം ഇവിടെ നമ്മളെ മാരേജൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ രാത്രി അങ്ങനെ പാത്രങ്ങൾ കഴുകി വെക്കുന്ന ഒരു പതിവില്ല കേട്ടോ. ഇവിടെ ഉമ്മക്ക് ഇവിടെ ഒക്കെ ഇങ്ങനെ കൂട്ടി വെക്കും കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക. അന്ന് അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്യൽ. എനിക്കാണ് അത് തീരെ ഇഷ്ടമല്ല. പിന്നെ എന്താ നേരം വെളുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പാത്രങ്ങൾ കഴുകണ ടൈം തന്നെ ഒരുപാട് പിടിക്കുമല്ലോ. അപ്പോൾ അന്നൊക്കെ ആണെന്നാണ് ഈ പൈപ്പും വെള്ളമൊന്നും ഇല്ലാത്തൊരു സമയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഞാനാണെങ്കിൽ വന്നതിൻ്റെ ശേഷം രാത്രി തന്നെയാണ് ഇരുട്ടത്താണെങ്കിലും അന്നൊക്കെ വിളക്ക് കത്തിച്ചിട്ട് വെക്കണം കേട്ടോ. കറണ്ട് ഇല്ലാത്തൊരു ടൈമിനായിട്ടോടെ ഞാനിവിടെ എത്തിയത്. എന്നൊരു അതൊക്കെ ഒരു കഥ തന്നെയാണ്. അധികം വർഷമൊന്നും ആയില്ല, എന്നാലും നമ്മൾ സമയത്തൊരു കറണ്ട് ഇല്ലാത്തൊക്കെ ഒരു സമയത്തേന് കറണ്ട് കിട്ടിയിട്ടില്ല, ഇനി പോസ്റ്റൊന്നും ഇട്ടില്ല. പിന്നെ നമ്മൾ എത്തിയതിൻ്റെ ശേഷമാണ് കറണ്ടും വെളിച്ചവും വെള്ളവും ഒക്കെ ആയത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമ്മളിങ്ങനെ കോരി ഇങ്ങനെ ബക്കറ്റിലാക്കിയിട്ട് ഈ വെയ്സലിന് വെച്ചിട്ടാണ് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ കഴുകണ്ടേനി. അപ്പോൾ അന്നിങ്ങനെ ഇരുട്ടത്തിരുന്ന് കഴുകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ വന്നതിന് ശേഷം എന്ത് ചെയ്ത് ഇരുട്ടത്തിരുന്നാലും വേണ്ടില്ല പാത്രമൊക്കെ കഴുകി വെക്കണ ശീലമാണ് കേട്ടോ എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതിങ്ങനെ തുടർന്ന് ഞങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതാകുമ്പോൾ എന്താണ് രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അപ്പോൾ അതാ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കാനുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാ പാത്രങ്ങളും ക്ലീനാക്കി വെച്ച് ഇനി നമ്മളെ കിച്ചണൊന്ന് തുടച്ചിട്ടോ. അതുപോലെ ഞാൻ അടിച്ചു വാരൂല കേട്ടോ. അടിച്ചു വരാൻ ഞാൻ രാത്രി അങ്ങനത്തെ പണികൾ ചെയ്യില്ല. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ എടുത്തു വെക്കും. അടിച്ചു വാരൽ നേരം വെളുത്തിട്ടേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. ഇത് ഒക്കെ ഇങ്ങനെ എല്ലാം തട്ടിക്കൊട്ടി ഇങ്ങോട്ട് ഇട്ട് വെക്കും. പിന്നെ അടിച്ചു വാരൽ പിന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യരുന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നമ്മളെല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച്. അതുപോലെ തന്നെ ഇന്ന് രാത്രിയാണെങ്കിലും മക്കൾക്ക് എന്താ ഫുട്ബോൾ കളി ഉണ്ട്. ഓരോ കളി കാണുന്ന തിരക്കാണ്. ഓരോ അതിൻ്റെ ആവേശം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയാണ് കളീൻ്റെ കേട്ടോ. അപ്പം നമ്മളെ പണികൾ അതിൻ്റെ ഇടയിലൂടെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഓരോടുത്ത് പോയി ഇരുന്ന് നമുക്ക് ഈ കളി എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു ഫുട്ബോൾ കളി ഓരോപ്പം കൂടെ നിന്നിട്ട് നമ്മളും അത് പഠിച്ചു പോയിട്ട് ഒരു ആവേശം കൂടിയാണ് ഞമ്മക്കും. കളീൻ്റെ ഓരോ കൂടെ ഇരുന്ന് ഓരോ അത് ജയിക്കും ഇത് ജയിക്കും ഓരോ ചരിത്രങ്ങളും ഓരോ റൊണാൾഡോൻ്റെ ഒക്കെ ചെറുപ്പത്തിലുള്ള ഓരോ ചരിത്രം കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരും. അവരൊപ്പം ഇരുന്ന് കേട്ട് പഠിച്ചിട്ട് എന്താണ് നമുക്കും എന്താണെന്നറിയില്ല, കളിനോടൊരു ആരൊന്ന് ജയിക്കും തോൽക്കും എന്നൊക്കെയാണ് പണ്ടുണ്ടായിന്. ഇപ്പോൾ ഓരോ മാതിരി തന്നെ ഇന്ന ഒരു കളീൻ്റെ ടീമിലേക്ക് നിൽക്കണം എന്നൊക്കെ ഉള്ള ഒരു ആവേശം ഇങ്ങോട്ട് കൂടിന് കേട്ടോ. അപ്പോൾ ഒരു കളീൻ്റെ ഇന്നിപ്പോൾ ഏതാ നെയ്മറിൻ്റെ കളിയാന്ന് പറഞ്ഞിട്ട് അതിനെ ചാടി കളിക്കുന്നുണ്ട് അവർ. ഞങ്ങളും പോകുന്ന കളി കാണാൻ വേണ്ടി പോകുന്ന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ രാത്രി കളി കാണാൻ പോകരുതെന്ന് പറഞ്ഞാൽ ഞാനും വീട്ടിലിരുന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേഗം പണിയൊക്കെ തീർക്കാൻ എന്നോട് പറഞ്ഞതാണ്. ഇനി എനിക്കാണെങ്കിൽ ഇന്ന് പാത്രം കഴുകണ്ടെന്നൊക്കെ മോൻ പറയുന്നുണ്ട് കളി കാണാണ്ട്. ഞാൻ പറഞ്ഞു അത് പറ്റൂല, പാത്രം കഴുകിയിട്ട് തന്നെ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള പരിപാടിയാണ്. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി ഇനി നമുക്കിതാ നമ്മുടെ ഇവിടെ തണീന്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ടൈലൊക്കെ അന്നേരം തന്നെ ഇങ്ങനെ ഒന്ന് ഒരിച്ചിങ്ങോട്ട് കഴുകുക. പിന്നെ അവിടെ ഇങ്ങനെ കറ കെട്ടി നിൽക്കും കേട്ടോ. അത് ഡെയിലി ചെയ്യാഞ്ഞാലാണ് ചില വീടുകളിലൊക്കെ കാണാം കറ ഇങ്ങോട്ട് കെട്ടി നിൽക്കുന്നത്. അതൊക്കെ അന്നേരം തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് വലിയൊരു ഭാരം ഉണ്ടാവില്ല. അന്ന് രാത്രി സമയത്ത് പാത്രമൊക്കെ കഴുകി ടൈലിൻ്റെ അവിടെയൊക്കെ ഒന്ന് നല്ലോണം ഒരിച്ചിങ്ങോട്ട് കഴുകിയാലുണ്ടല്ലോ എല്ലാം ഇങ്ങോട്ട് വൃത്തിയാവും. ഞാൻ അങ്ങനെ ചെയ്ത് ശീലിച്ച് പോയിട്ടോ. അതുകൊണ്ട് നമുക്കൊരു പണികൾ എളുപ്പമാണ്. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് തണി അതുപോലെ നമ്മൾ ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ കിച്ചണിലേക്ക് ഇറങ്ങാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ എന്തൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളും ഇടേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ.
അപ്പം നമ്മളെ ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കേട്ടോ. ഒരുപാട് അനുഭവങ്ങളും ഓരോ വിജയത്തിൻ്റെ രഹസ്യം, അതുപോലെ ആർക്കൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു നമുക്കൊരു 10 ഉറുപ്യ വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗം കേട്ടോ യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് ചാനൽ കൊണ്ടുപോവുക കേട്ടോ വേണ്ടത്. ചെയ്യാനുള്ളൊരു താല്പര്യം വേണം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രയാസം കൊണ്ട് തന്നെ കേട്ടോ ഞാൻ ഈ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മക്കളെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. നമുക്ക് മക്കൾ ചെയ്യാനുള്ള കൂടുതലുള്ളൊരു പ്രചോദനോടെ നമുക്ക് തന്നെയാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ഒരു 10 ഉറുപ്യ കിട്ടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മളെ ചാനൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടതുകൊണ്ടും നിങ്ങളെ ലൈക്കും ഒക്കെ കിട്ടിയിട്ടാട്ടോ. അതുപോലെ ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി കിച്ചണന്ന് ഇവിടെ തുടച്ചിങ്ങോട്ട് വൃത്തിയാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ താഴെ ഭാഗമൊന്നും നിലൊന്നും അടിച്ചു വാരിയില്ല കേട്ടോ. അതൊക്കെ നേരം വെളുത്തിട്ടോ ബാക്കിയുള്ള പണികൾ ചെയ്യുക. ഇപ്പം എങ്ങനെയുണ്ട് നമ്മളെ കിച്ചൺ വൃത്തിയായില്ലേ? നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക.